അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ നബിയിന മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി വമൻ ഇഹ്തദാ ബിഹുദാഹു വസാറ അലാ നഹ്ജിഹി ഫതമസ്സകു ബിസുന്നതിഹി ഇലാ യൗമിദ്ദീൻ. അമ്മാ ബഅദ്. സഹോദരങ്ങളെ, സൂറത്തുൽ ബഖറയുടെ 110-ാമത്തെ ആയത്തിൻ്റെ അർത്ഥവും അതിൻ്റെ വിശദീകരണവും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൂടെ മനസ്സിലാക്കി. ഇന്ന് ഇവിടെ ഈ ക്ലാസ്സിലൂടെ ഉദ്ദേശിക്കുന്നത് ഈ ആയത്തിൽ പ്രതിപാദിക്കപ്പെട്ട ഒന്ന് രണ്ട് സംഗതികൾ, അതിൻ്റെ പ്രാധാന്യം തിരിച്ചറിഞ്ഞുകൊണ്ട് എനിക്കും നിങ്ങൾക്കുമൊക്കെ ഒരു ഓർമ്മപ്പെടുത്തലായിക്കൊണ്ട് ഏതാനും പ്രധാനപ്പെട്ട വിഷയങ്ങൾ ഇവിടെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ നിന്നുകൊണ്ട് സംസാരിക്കാനാണ് ഇൻഷാ അല്ലാഹ് ഇന്നിവിടെ ഉദ്ദേശിക്കുന്നത്. ഇവിടെ ഈ ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യവിശ്വാസികളായ സ്വഹാബത്തിനെ അറിയിക്കുന്നത് എന്താ? സത്യനിഷേധികളായ ആളുകളിൽ നിന്നും അവർ നേരിടുന്ന പ്രയാസങ്ങളിൽ അവർ അതിൽ മനസ്സ് കൊടുക്കേണ്ടതില്ല, അതിൽ അവർ വ്യാപൃതരാകേണ്ട ആവശ്യമില്ല. പകരം നിങ്ങൾ നമസ്കാരം നിലനിർത്തുകയും സകാത്ത് കൊടുക്കുകയും ചെയ്യുവിൻ. വമാ തുഖദ്ദിമൂ ലിഅൻഫുസികും മിൻ ഖൈർ, നിങ്ങൾ നിങ്ങളുടെ സ്വന്തത്തിനു വേണ്ടി നന്മയായി ഏതൊന്നും മുൻകൂട്ടി ചെയ്താലും തജിദൂഹു ഇൻദല്ലാഹ്, അത് അള്ളാഹുവിൻ്റെ അടുക്കൽ നിങ്ങൾ കണ്ടെത്തുന്നതാണ്. ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് നിങ്ങൾ നമസ്കാരം നിലനിർത്തണമെന്നാണ്, സകാത്ത് കൊടുക്കണമെന്നാണ്. നിങ്ങൾ കഴിയുന്ന രൂപത്തിലുള്ള എല്ലാ നന്മകളും എല്ലാ സൽക്കർമ്മങ്ങളും നിങ്ങൾ പ്രവർത്തിക്കണം എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അങ്ങനെ നന്മ പ്രവർത്തിക്കുന്ന കാര്യത്തിലാണ് നിങ്ങൾ കൂടുതൽ സമയം ചിലവഴിക്കേണ്ടത്. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ നന്മകൾ പ്രവർത്തിക്കുന്നവർക്ക് വാഗ്ദാനം നൽകുന്നത്, നിങ്ങൾ എത്ര തന്നെ നന്മകൾ പ്രവർത്തിച്ചാലും തീർച്ചയായും ആ നന്മകളൊന്നും അള്ളാഹുവിൻ്റെ അടുക്കൽ നഷ്ടപ്പെട്ടു പോവുകയില്ല എന്നാണ്. നാളെ പരലോകത്ത് റഹ്മാനായ റബ്ബിൻ്റെ അടുക്കൽ ആ നന്മകളൊക്കെ നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയും. നിങ്ങൾ ചെയ്ത അമലുകളെ പൂർണ്ണമായും അല്ലാഹു സുബ്ഹാനഹു വ തആല സൂക്ഷിക്കുകയും അതിൻ്റെ എല്ലാം പരിപൂർണ പ്രതിഫലം അല്ലാഹു നൽകുകയും ചെയ്യും എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. എന്നിട്ട് ഈ ഒരു വിശ്വാസം നമ്മിൽ ബലപ്പെടുത്തുന്നതിന് വേണ്ടി അള്ളാഹുവിൻ്റെ ഒരു വിശേഷണം നമുക്ക് പറഞ്ഞു തരികയാണ്. ഇന്നല്ലാഹ ബിമാ തഅമലൂന ബസീർ, നിശ്ചയമായും അള്ളാഹു നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെ കുറിച്ച് കണ്ടറിയുന്നവനാകുന്നു എന്ന്. ഇവിടെ സഹോദരങ്ങളെ, ഇനി നമ്മൾ വളരെ പ്രാധാന്യത്തോടു കൂടി മനസ്സിലാക്കേണ്ട കാര്യം, അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വഹാബത്തിനോട് അല്ലെങ്കിൽ സത്യവിശ്വാസികളോട് നിങ്ങളുടെ സ്വന്തത്തിന് വേണ്ടി നന്മകൾ അധികരിപ്പിക്കണമെന്ന നിർദ്ദേശം നൽകുമ്പോൾ അതിൻ്റെ മുന്നോടിയായി രണ്ട് കർമ്മങ്ങളാണ് വളരെ പ്രാധാന്യത്തോടു കൂടി വളരെ പ്രത്യേകമായി എടുത്തു പറഞ്ഞത്. നിങ്ങൾ നമസ്കാരം നിലനിർത്തുകയും സകാത്ത് കൊടുക്കുകയും ചെയ്യണമെന്ന് ഇസ്ലാമിൽ വളരെ പ്രാധാന്യം നൽകിക്കൊണ്ട് അള്ളാഹുവിലേക്ക് അടുക്കാൻ കഴിയുന്ന രണ്ട് പ്രധാനപ്പെട്ട കർമ്മങ്ങളാണ് ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല എടുത്തു പറഞ്ഞിരിക്കുന്നത്. സഹോദരങ്ങളെ, നമുക്കറിയാം നമസ്കാരത്തിന് ഇസ്ലാം നൽകുന്ന പ്രാധാന്യം എന്താണ് എന്ന് തിരിച്ചറിഞ്ഞ ആളുകളാണ് ഞാനും നിങ്ങളും. ഒരാൾ നല്ല രീതിയിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വുളു പോലെ നല്ല രീതിയിൽ വുളു പൂർത്തിയാക്കി അയാൾ തൻ്റെ മുഖവും കൽബും തിരിച്ച് 2 റക്അത്ത് നമസ്കരിച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ് വജബത്ത് ലഹുൽ ജന്ന, അയാൾക്ക് സ്വർഗം നിർബന്ധമായി എന്ന് ഇമാം മുസ്ലിം രേഖപ്പെടുത്തിയ ഹദീസിൽ നമുക്കിത് കാണാൻ കഴിയും. ഇതാണ് സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ പ്രീതി ആഗ്രഹിച്ചുകൊണ്ട് ഇഖ്ലാസോടുകൂടി നമസ്കരിച്ചാൽ അയാൾക്ക് ലഭിക്കുന്നത് സ്വർഗമാണ്. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വഹാബത്തിനോട് പറഞ്ഞത്, യഹൂദികൾ ഉണ്ടാക്കുന്ന ഫസാദുകളിൽ കൂടുതൽ ശ്രദ്ധിച്ചുകൊണ്ട് അതിലേക്ക് സമയം കളയാതെ കൂടുതൽ നന്മകൾ വാരിക്കൂട്ടുവാൻ വേണ്ടിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ചത്. അതിനാർക്കാ സാധിക്കുക സഹോദരങ്ങളെ? ശരിയായ ഈമാനുള്ള കൃത്യമായ ലക്ഷ്യബോധമുള്ള ആളുകൾക്കാണ് അത് സാധിക്കുകയുള്ളൂ.
അള്ളാഹുവിനെ ഓർമ്മിക്കാൻ സാധിക്കുന്ന, അള്ളാഹുവിനെ ഓർമ്മിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്കാണ് നമസ്കാരം അത് ആത്മാർത്ഥമായി ആസ്വദിച്ചുകൊണ്ട് നമസ്കരിക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. നിങ്ങൾ നോക്കൂ സഹോദരങ്ങളെ, സൂറത്തു ത്വാഹയിലെ 14-ാമത്തെ ആയത്തിൽ കാണാം, മഹാനായ മൂസാ നബി അലൈഹിസ്സലാമയോട് അള്ളാഹു സുബ്ഹാനഹു വ തആല സംസാരിക്കുമ്പോൾ പറയുകയാണ്, ഇന്നനി അനല്ലാഹ്, തീർച്ചയായും ഞാനാകുന്നു അള്ളാഹു, ലാ ഇലാഹ ഇല്ലാ അന ഫഅ്ബുദുനി, ഞാനല്ലാതെ ഒരു ആരാധ്യനുമില്ല, അതിനാൽ എന്നെ നിങ്ങൾ ആരാധിക്കണം. വഖീമിസ് സ്വലാത ലിദിക്രി, എന്നെ ഓർമ്മിക്കുന്നതിനായി നമസ്കാരം മുറപോലെ നിർവഹിക്കുകയും ചെയ്യണമെന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അപ്പോൾ സഹോദരങ്ങളെ, അള്ളാഹുവിനെ ഓർമ്മിക്കുന്നതിന് വേണ്ടിയാണ് നമസ്കാരം നിർവഹിക്കാൻ പറയുന്നത്. അള്ളാഹുവുമായി ഒരു അടിമക്ക് ഏറ്റവും അടുക്കാൻ കഴിയുന്നത് അത് ആ നമസ്കാരത്തിലൂടെയാണ്. ഈ നമസ്കാരത്തെ കുറിച്ചാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, മൻ ഹാഫള അലൈഹാ കാനത് ലഹു നൂറൻ വ ബുർഹാനൻ വ നജാതൻ യൗമൽ ഖിയാമ, ആരെങ്കിലും നമസ്കാരത്തെ കാത്തു സൂക്ഷിച്ചാൽ അത് അവന് അന്ത്യനാളിൽ പ്രകാശവും പ്രമാണവും രക്ഷയുമാണ്. വമൻ ലം യുഹാഫിൾ അലൈഹാ ലം യകുൽ ലഹു നൂറുൻ വലാ ബുർഹാനും വലാ നജാത്ത്, ആരത് കാത്തു സൂക്ഷിച്ചിട്ടില്ല അവന് യാതൊരു പ്രകാശവും പ്രമാണവും രക്ഷയും ഉണ്ടാവുകയില്ല എന്ന്. വകാന യൗമൽ ഖിയാമത്തി മഅ ഖാറൂന വഫിർഔന വഹാമാന ഉബയ്യ് ഇബ്നു ഖലഫ്, അവൻ ആ നമസ്കാരം ഉപേക്ഷിച്ചവൻ അന്ത്യനാളിൽ ഖാറൂൻ, ഫിർഔൻ, ഹാമാൻ, ഉബയ്യ് ഇബ്നു ഖലഫ് എന്നിവരോടൊപ്പം ആയിരിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നത്. ഇത് ഇമാം അഹ്മദ് റഹിമഹുല്ലാഹ് രേഖപ്പെടുത്തിയ ശുഐബ് അർനാഉത്ത് റഹിമഹുല്ലാഹ് ഹസനാണ് എന്ന് വിശേഷിപ്പിച്ച ഒരു ഹദീസാണ് സഹോദരങ്ങളെ. അതുകൊണ്ടാണ് നമസ്കാരത്തിന് അത്രമാത്രം പ്രാധാന്യമുള്ളത് കൊണ്ടാണ് ഒന്നാമതായി അള്ളാഹു സുബ്ഹാനഹു വ തആല വിചാരണ ചെയ്യുന്ന കർമ്മം അത് നമസ്കാരമായതുകൊണ്ടാണ് സഹോദരങ്ങളെ. അമലുകളെ കുറിച്ച് സംസാരിക്കുമ്പോൾ, അള്ളാഹുവിലേക്ക് അടുപ്പിക്കുന്ന പ്രവർത്തനങ്ങളെ കുറിച്ച് പഠിപ്പിക്കുമ്പോൾ നമസ്കാരത്തെ എപ്പോഴും പ്രമാണങ്ങളിൽ ഒന്നാമതായി എടുത്തു പറയുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതിനുശേഷം അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് എന്താ ഈ ആയത്തിൽ, വആതു സകാത്ത്, നിങ്ങൾ സകാത്ത് കൊടുക്കണമെന്നാണ്. നമസ്കാരം കഴിഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട ഒരു കർമ്മമായി ഇസ്ലാം പഠിപ്പിച്ച വിഷയമാണ് സഹോദരങ്ങളെ. സകാത്ത് കൊടുക്കുക എന്ന് പറയുന്നത് അത് അള്ളാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ച, ഇസ്ലാമിൽ നമസ്കാരം കഴിഞ്ഞാൽ പിന്നീട് വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഒരു വിഷയമാണ് സകാത്ത്. ഈ സകാത്ത് നൽകാത്ത ആളുകളുടെ സമ്പത്ത് അത് ഒരു ശിക്ഷയായിക്കൊണ്ട് ആ സകാത്ത് കൊടുക്കാത്ത ആളുകളുടെ മേൽ തന്നെ അത് ബാധിക്കുമെന്നാണ്. അവരുടെ സമ്പത്ത്, ആ സമ്പത്ത് തന്നെ ഒരു ശിക്ഷയാകുമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത്. ആ ശിക്ഷ അത് വിവിധ രൂപത്തിലായിരിക്കുമെന്നാണ് സഹോദരങ്ങളെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിശദീകരണത്തിൽ വ്യത്യസ്ത ഹദീസുകളിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നത് അത് വ്യത്യസ്ത രൂപത്തിലുള്ള, വിവിധ രൂപത്തിലുള്ള ശിക്ഷകൾ ഉണ്ടാകുമെന്നാണ്. ഉദാഹരണത്തിന് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, സമ്പത്തുള്ള ഏതൊരു വ്യക്തിയും തൻ്റെ സമ്പത്തിന്റെ വിഹിതം, ആ സകാത്ത് അത് നൽകിയിട്ടില്ല എങ്കിൽ അള്ളാഹു അയാളുടെ കഴുത്തിന് ചുറ്റും ഒരു വളയമെന്നോണം ഒരു പാമ്പിനെ ആക്കുന്നതാണ്. വിഷത്തിന്റെ ആധിക്യത്താൽ തൊലി പോയ ഒരു പാമ്പായിരിക്കും അത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത്. എന്നിട്ടോ ആ ശിക്ഷ അനുഭവിക്കുന്ന വ്യക്തി അതിൽ നിന്ന് ഓടും. അത് ആ പാമ്പ് അപ്പോൾ അവനെ പിന്തുടരുകയും ചെയ്യുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നത്. ഈ കാര്യം പറഞ്ഞതിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പരിശുദ്ധ ഖുർആനിലെ സൂറത്ത് ആൽ ഇംറാനിലെ 180-ാമത്തെ ആയത്ത് ഓതുകയും ചെയ്തു എന്ന സഹോദരങ്ങളെ. വലാ യഹ്സബന്നല്ലദീന യബ്ഖലൂന ബിമാ ആതാഹുമുല്ലാഹു മിൻ ഫളിഹി ഹുവ ഖൈറൻ ലഹും, അല്ലാഹു അവന്റെ അനുഗ്രഹത്തിൽ നിന്ന് തങ്ങൾക്ക് തന്നിട്ടുള്ളതിൽ പിശുക്ക് കാണിക്കുന്നവർ അതവർക്ക് ഗുണമാണെന്ന് ഒരിക്കലും വിചാരിക്കരുത്. ബൽ ഹുവ ശർറുൽ ലഹും, അല്ല അവർക്ക് ദോഷകരമാണത്. സയുതവഖൂന മാ ബഖിലൂ ബിഹി യൗമൽ ഖിയാമ, അവർ പിശുക്ക് കാണിച്ച ധനം കൊണ്ട് ഉയർത്തെഴുന്നേൽപ്പിന്റെ നാളിൽ അവരുടെ കഴുത്തിൽ മാല ചാർത്തുന്നതാണ് എന്ന്. അപ്പോൾ സഹോദരങ്ങളെ, ഈ ചുരുങ്ങിയ ഈ ഒരു വിശദീകരണത്തിൽ നിന്ന് നമുക്ക് വളരെ കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് നമസ്കാരത്തിൻ്റെയും അതുപോലെ തന്നെ സകാത്ത് കൊടുക്കുന്നതിൻ്റെയും ഒക്കെ പ്രാധാന്യം. സത്യനിഷേധികളായ യഹൂദികളെ സംബന്ധിച്ച് അവർ അള്ളാഹുവിനെ ധിക്കരിക്കുന്നവരും പ്രവാചകന്മാരെ പുച്ഛിക്കുന്നവരും അതുപോലെ തന്നെ സമൂഹത്തിൽ ഫസാദ് ഉണ്ടാക്കുന്ന, കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്ന ആളുകളായിരിക്കും. അവരെ പോലെ ആകേണ്ടവരല്ല സത്യവിശ്വാസികളായ മുസ്ലിമുകൾ. അവർ സമൂഹത്തിൽ നന്മകൾ പ്രചരിപ്പിക്കാൻ ആഗ്രഹിക്കുന്നവരും അതിനുവേണ്ടി പ്രയത്നിക്കുന്നവരും
അതോടൊപ്പം അള്ളാഹുവിലേക്ക് അടുക്കാൻ ശ്രമിക്കുന്നവരുമായിരിക്കും. സ്വന്തം ശരീരം നരകത്തിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് വേണ്ടി നന്മകൾ മുൻകൂട്ടി പ്രവർത്തിക്കുന്ന, ആ നന്മകളെല്ലാം അള്ളാഹുവിൻ്റെ അടുക്കൽ സൂക്ഷിച്ചു വെച്ചിട്ടുള്ള നാളെ പരലോകത്ത് അള്ളാഹുവിങ്കൽ അതെല്ലാം കണ്ടെത്താൻ കഴിയുമെന്ന പ്രതീക്ഷയിൽ ജീവിക്കുന്നവരാകും സത്യവിശ്വാസികൾ. ആ നന്മകളിൽ ഏറ്റവും പ്രാധാന്യം അറിയിക്കുന്ന 2 കർമ്മങ്ങളാണ് സഹോദരങ്ങളെ നമസ്കാരവും സക്കാത്തും. ഇത് രണ്ടും കൃത്യമായി അനുഷ്ഠിച്ചുകൊണ്ട് ഈ ദുനിയാവിൽ ജീവിക്കാൻ വലിയ പ്രേരണ നൽകുന്ന ഒരു ആയത്താണ് സൂറത്തുൽ ബഖറയുടെ ഈ 110-ാമത്തെ ആയത്ത്. സഹോദരങ്ങളെ, ഇതോടുകൂടി ഈ ആയത്തിന്റെ പഠനവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചർച്ച ഇവിടെ അവസാനിക്കുകയാണ്. ഇനി നമുക്ക് ഈ ആയത്ത് തജ്വീദോടുകൂടി എങ്ങനെ പാരായണം ചെയ്യാമെന്നാണ് പഠിക്കാൻ ബാക്കിയുള്ളത്. അതിനായി ഷെയ്ഖ് യാസർ ബിൻ ഹംസ ഹഫിദുല്ലാഹ് അദ്ദേഹം അയച്ചു തന്ന ഈ ആയത്തിന്റെ പാരായണം ഇവിടെ പേസ്റ്റ് ചെയ്യുകയാണ്. എല്ലാവരും അത് കേൾക്കുക, പഠിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ.